ഒരു ഷോപ്പിംഗ് മാളിൽ കയറിയാൽ നിങ്ങൾക്ക് ലണ്ടൻ, പാരീസ്, ടോക്കിയോ, സാൻ ഫ്രാൻസിസ്കോ ഇങ്ങനെ ലോകത്തെ പല നഗരങ്ങളിലേക്കും യാത്ര ചെയ്യുന്ന ഒരു അനുഭവം കിട്ടുമോ? അതിനുശേഷം വെറും 10 മിനിറ്റ് യാത്ര ചെയ്താൽ ലക്ഷക്കണക്കിന് സഞ്ചാരികൾ ഓരോ രാത്രിയും എത്തുന്ന തായ്ലാൻഡിലെ ഏറ്റവും പ്രശസ്തമായ നൈറ്റ് സ്ട്രീറ്റിലേക്ക് എത്താമോ? യെസ്! ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് പട്ടായയിലെ 2 വ്യത്യസ്തമായ ലോകങ്ങളിലേക്കാണ്. പകൽ മുഴുവൻ കുടുംബത്തോടൊപ്പം ആസ്വദിക്കാനുള്ള ടെർമിനൽ 21 ഷോപ്പിംഗ് മാൾ, പിന്നെ രാത്രിയിൽ നിറമാറുന്ന വാക്കിംഗ് സ്ട്രീറ്റ്. ഇവിടെ എന്താണ് ഇത്രയും പ്രത്യേകത? എന്തുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ ഈ 2 സ്ഥലത്തും വിട്ടുപോകാതെ സന്ദർശിക്കുന്നത്? എത്ര ചെലവ് വരും? എപ്പോൾ വരണം? എന്തൊക്കെ ശ്രദ്ധിക്കണം? ഈ വീഡിയോയിൽ എൻട്രൻസ് മുതൽ എക്സിറ്റ് വരെ ഓരോ ഭാഗവും നിങ്ങളെ കാണിച്ചു തരാം. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കണ്ടാൽ പട്ടായ യാത്ര പ്ലാൻ ചെയ്യാൻ വേറൊരു വീഡിയോ പോലും ആവശ്യമില്ല. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പട്ടായയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന 2 പ്രധാന സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ആദ്യം നമ്മൾ എയർപോർട്ട് തീമിൽ നിർമ്മിച്ച ഏറ്റവും പ്രശസ്തമായ ടെർമിനൽ 21 ഷോപ്പിംഗ് മാളിലേക്കും അതിനുശേഷം ലോകത്തിലെ പ്രശസ്തമായ നൈറ്റ് ലൈഫ് ഡെസ്റ്റിനേഷനായ വാക്കിംഗ് സ്ട്രീറ്റ്. അപ്പോൾ സമയം കളയാതെ നമുക്ക് യാത്ര തുടങ്ങാം. Welcome to Soft Step Solo. Let's explore together. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് നോർത്ത് പട്ടായയിലെ ടെർമിനൽ 21 ഷോപ്പിംഗ് മാളിലാണ്. ദൂരത്ത് നിന്ന് തന്നെ ഈ മാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കാണാം. ഒരു യഥാർത്ഥ പാസഞ്ചർ എയർപ്ലെയിൻ മാളിൻ്റെ മുന്നിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് പോലെ തോന്നും. ഇതാണ് എല്ലാവരും ആദ്യം ഫോട്ടോ എടുക്കുന്ന സ്പോട്ട്. ഈ ടെർമിനൽ 21 ഷോപ്പിംഗ് മാള് 2018 പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തത്. അതുപോലെ തന്നെ എയർപോർട്ട് ടെർമിനൽ കൺസെപ്റ്റ് ഉപയോഗിച്ച് നിർമ്മിച്ച തായ്ലാൻഡിലെ ഏറ്റവും മനോഹരമായ ഒരു ഷോപ്പിംഗ് മാളുകളിൽ ഒന്നാണ് ഈ ഒരു ടെർമിനൽ 21. ഇപ്പോൾ എൻട്രൻസിലേക്ക് നടക്കുകയാണ്. ഗ്ലാസ് ഡോർ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ നിങ്ങളൊരു എയർപോർട്ട് ഡിപ്പാർച്ചർ ലോഞ്ചിലേക്ക് കയറുന്ന ഒരു അനുഭവമാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ മുകളിൽ ഫ്ലൈറ്റ് ഡിപ്പാർച്ചർ ബോർഡുണ്ട്, എയർപോർട്ട് ഗേറ്റ് ഉണ്ട്, ചെക്ക് ഇൻ കൗണ്ടർ പോലെയുള്ള ഡെക്കറേഷൻ. ഓരോ ഡീറ്റെയിൽസും എയർപോർട്ട് ഫീൽ നൽകുന്ന ഒരു രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ മാളിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് നോർത്ത് പട്ടായ റോഡിനും അതുപോലെ ഡോൾഫിൻ റൗണ്ട് അബൌട്ടിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എൻട്രി ഫീ ഒന്നുമില്ല, ഫ്രീ ആയിട്ട് കയറാം. മോൾ സാധാരണയായിട്ട് രാവിലെ 11 മണി മുതൽ രാത്രി 11 മണി വരെയാണ് പ്രവർത്തിക്കുന്നത്. ചില സ്റ്റോറുകളിലൊക്കെ ടൈം ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഈ ഒരു ഷോപ്പിംഗ് മാളിലെ ഏറ്റവും സ്പെഷ്യാലിറ്റി ഉള്ളൊരു കാര്യം ഞാൻ ഫസ്റ്റിൽ തന്നെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ ഫ്ലോറും ഓരോ രാജ്യത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ മാള് വന്നിട്ട് ഏകദേശം 1,80,000 സ്ക്വയർ മീറ്റർ ആണ് ഇതിൻ്റെ ഏരിയ, ടോട്ടൽ ഏരിയ വരുന്നത്. പിന്നെ ഒരു ഏകദേശം ഒരു 130 മീറ്റർ ഉയരം ഉണ്ട്. അതിൽ തന്നെ 31 നിലകളാണ് ഇതിലുള്ളത്. ഏറ്റവും എന്താ പറയുക, വലിയ മിക്സഡ് കോംപ്ലക്സ് ആണ്. താഴെ ഉള്ള 6 നിലകളിൽ പ്രശസ്തമായിട്ടുള്ള ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓരോ രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ ഐക്കൺസ് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള 25 നിലകളിൽ, അതായത് 25 ഫ്ലോറുകളിൽ ലക്ഷറി ഹോട്ടൽസുകളൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങളെൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ പാരീസ് ൻ്റെ തീമിലാണ് ഐക്കൺ ആയിട്ടുള്ള ഐഫിൽ ടവറിൻ്റെ ഒരു മാതൃകയിലാണ് ഒരു യൂറോപ്യൻ സ്ട്രീറ്റ് ഡിസൈനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു പ്ലേസാണ്. ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും, ഫുൾ ലൈറ്റായിട്ട്. സെക്കൻഡ് ഫ്ലോർ വന്നിട്ടുള്ളത് ലണ്ടനാണ്. അതായത് ചുവന്ന ടെലിഫോൺ ബൂത്തുകളും ബ്രിട്ടീഷ് സ്റ്റൈലിലുള്ള കെട്ടിടങ്ങളും ഒക്കെയാണ് മെയിനായിട്ടുള്ള അതിൻ്റെ അട്രാക്ഷൻ. പിന്നെ രണ്ടാമത്തെ ഫ്ലോർ വന്നിട്ട് ഇറ്റലി, റോമൻ ശൈലിയിലുള്ള ഡിസൈനും ഫാഷൻ ബ്രാൻഡുകളുടെ ഷോറൂംസൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ മെയിൻ അട്രാക്റ്റീവ് ആയിട്ടുള്ളതാണ് പിസ പാലസ്. അത് നിങ്ങൾ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തെ ഫ്ലോർ വന്നിട്ട് ടോക്കിയോ, അതായത് ജപ്പാനീസ് റെസ്റ്റോറൻറ്റുകൾ, അനിമേ സ്റ്റോറുകൾ, ഗിഫ്റ്റ് ഷോപ്പുകൾ എന്നിവയൊക്കെയാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത. പിന്നെ വന്നിട്ട് നാലാമത്തെ ഫ്ലോറിൽ സാൻ ഫ്രാൻസിസ്കോ. ഇവിടെ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് മോഡൽ മാളിലെ ഏറ്റവും പ്രശസ്തമായ ഫോട്ടോ സ്പോട്ടാണ്.
ഈ ഷോപ്പിംഗ് മാളിലെ ഫുഡ് കോർട്ടും വളരെ പ്രശസ്തമാണ്. വളരെ വില കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് തായ് ഭക്ഷണങ്ങൾ ഇവിടെ ലഭിക്കും. ആഹ് ഏറ്റവും കൂടുതൽ ഇവിടെ കിട്ടുന്നത് പാഡ് തായ്, മാംഗോ സ്റ്റിക്കി റൈസ്, ടോം യം സൂപ്പ്, തായ് ഗ്രീൻ കറി, സീ ഫുഡ്, പിന്നെ ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസ്, പിന്നെ ബബിൾ ടീ, കോക്കനട്ട് ഐസ്ക്രീം, ഇങ്ങനെ വെറൈറ്റി ഫുഡ് ഐറ്റംസൊക്കെ ഈ മോളിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുകൂടാതെ ഇന്ത്യൻ, ജപ്പാനീസ്, കൊറിയൻ, ചൈനീസ്, വെസ്റ്റേൺ റെസ്റ്റോറൻറ്റുകളൊക്കെ ഇവിടെ ലഭ്യമാണ്. ഏകദേശം 500 ബ്രാൻഡുകളും സ്റ്റോറുകളും ഇവിടെ ലഭ്യമാണ്. പിന്നെ എല്ലാ പ്രായക്കാർക്കും ഇഷ്ടമുള്ള രീതിയിലാണ് ഈ മോൾ തന്നെ ഒരുക്കിയിരിക്കുന്നത്. ഏറ്റവും വരാൻ പറ്റിയ ടൈം എനിക്ക് തോന്നുന്നു വൈകുന്നേരം തന്നെയാണെന്ന്. കാരണം അത്രത്തോളം കാണാനുണ്ട്. നമ്മൾ ആ എൻട്രൻസിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എൻട്രൻസ് എവിടെയാണ്, എക്സിറ്റ് എവിടെയാണെന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം ഞാൻ പോയ സമയത്ത് തന്നെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മൊത്തം ഒരു എൻട്രൻസ് കയറിക്കഴിഞ്ഞ് പിന്നെ എവിടെയാണ്, തിരിച്ച് പുറത്തേക്ക് എങ്ങനെ പോകും എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനായിരിക്കും. നമ്മൾ എത്ര എസ്കലേറ്റർ കയറി വന്നു കഴിഞ്ഞാലും നമുക്ക് കൺഫ്യൂഷൻ വരും. അങ്ങനെ നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ടെർമിനൽ 21ൻ്റെ പുറത്തുള്ള മനോഹരമായ ഫുഡ് സ്ട്രീറ്റ് ഏരിയയിലാണ്. മാളിലെ ഉള്ളിൽ ഫുഡ് കോർട്ടിന് പുറമെ പുറത്തുള്ള ഭാഗത്ത് വൈകുന്നേരങ്ങളിൽ കൂടുതൽ സജീവമായ ഭക്ഷണ സ്റ്റാളുകളും ചെറിയ റെസ്റ്റോറൻറ്റുകളൊക്കെ കാണാം. ഇവിടെയുള്ള ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് ആ വലിയ വിമാനത്തിൻ്റെ ഒരു മോഡൽ ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനോട് ചേർന്നുള്ള മനോഹരമായ സജ്ജീകരണങ്ങളും ഇവിടെ ഉണ്ട്. ഫോട്ടോ എടുക്കാനൊക്കെ രാത്രി സമയത്ത് ഭയങ്കര ലൈറ്റിങ്ങും പാട്ടും ഭയങ്കര അടിപൊളിയാണ്. DJ സോങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയാണ് ഇവിടെ നിങ്ങൾക്ക് തായ് സ്ട്രീറ്റ് ഫുഡ്, ഗ്രിൽഡ് സീ ഫുഡ്, BBQ, നൂഡിൽസ്, സ്നാക്സ്, ഫ്രഷ് ജ്യൂസ്, ഡെസേർട്ട്സ് തുടങ്ങിയ എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് കിട്ടും. പട്ടായയുടെ സ്ട്രീറ്റ് ഫുഡ് അനുഭവം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു ഡെസ്റ്റിനേഷൻ തന്നെയാണ്. പ്രത്യേകിച്ച് വൈകുന്നേരം മുതൽ രാത്രി വരെ ഈ ഏരിയ വളരെ മനോഹരമാണ്. ഭക്ഷണവും ഫോട്ടോഗ്രാഫിയും ടെർമിനൽ 21ൻ്റെ വ്യത്യസ്ത അന്തരീക്ഷവും ഒരുമിച്ച് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ. വൈകുന്നേരം 5 മണിക്ക് ശേഷമാണ് ഈ ഏരിയ കൂടുതൽ സജീവമാവുന്നത്. പിന്നെ കുറേ രാത്രി കൂടുതൽ ലൈറ്റ്നിങ്ങും ഒക്കെ ആയിട്ട് ഭയങ്കര മനോഹരമായിരിക്കും. അങ്ങനെ ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിച്ച് അത്യാവശ്യം DJ സോങ്സും ഒക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ നമ്മൾ ടെർമിനൽ 21 ഇറങ്ങുവാണ്. അങ്ങനെ ഏറ്റവും പ്രശസ്തമായ നൈറ്റ് ലൈഫ് ഡെസ്റ്റിനേഷനായ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലേക്കാണ്. ഏകദേശം 2 സ്ഥലങ്ങൾ തമ്മിൽ ഏകദേശം ഒരു 4 കിലോമീറ്റർ ദൂരമാണുള്ളത്. വഴിയിൽ പട്ടായ ബീച്ച് റോഡ്, പിന്നെ കടൽ കാഴ്ചകൾ, ബോട്ടുകൾ, പിന്നെ ഷോപ്പിംഗ് ഏരിയകളൊക്കെ കാണാൻ പറ്റും. ഏകദേശം ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമ്മൾ എത്തിച്ചേരും ഈ ലോകപ്രശസ്തമായ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക്. ടാക്സി, ഗ്രാബ്, മോട്ടോർ ബൈക്ക് ടാക്സി ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഈ ഒരു വാക്കിംഗ് സ്ട്രീറ്റിൽ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റിൽ എത്തിയിരിക്കുകയാണ്. സൂര്യൻ അസ്തമിച്ചാൽ ഈ പ്രദേശം പൂർണ്ണമായും മറ്റൊരു ലോകമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ഈ ഓരോ രാത്രിയും ഇവിടെ എത്തുന്നത്. ഈ വലിയ നിയോൺ സൈൻ തന്നെയാണ് പട്ടായയുടെ മെയിൻ ഐക്കൺ. ഈ നിയോൺ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൈറ്റ് മാത്രം കത്തുന്ന ഹെവി ലൈറ്റുകൾ, അതായത് ഭയങ്കര ലൈറ്റ്നിങ് ബോർഡുകളെയാണ് ഈ നിയോൺ സൈൻ എന്ന് ഉദ്ദേശിക്കുന്നത്. കയറി വരുന്ന 2 സൈഡും ഫുൾ ലൈറ്റുകളായിരിക്കും. ഈ സ്ട്രീറ്റ് ഏകദേശം 1 കിലോമീറ്ററോളം നീളമുണ്ട്. 2 വശത്തും റെസ്റ്റോറൻറ്റ്സ്, സീ ഫുഡ്, മ്യൂസിക്, ലൈവ് മ്യൂസിക്സ് ആൻഡ് സ്ട്രീറ്റ് ഫുഡുകൾ, പിന്നെ കോഫി ഷോപ്പ്, നൈറ്റ് ക്ലബ്ബ്, ഈ പബ്സും കാര്യങ്ങളൊക്കെ ഇവിടെ എൻ്റർടൈൻമെൻറ്റിൻ്റെ മെയിൻ സ്ഥലമാണ് ഈ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഓരോ ചുവടും പുതിയ കാഴ്ചകളാണ്. വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ മെയിൻ ലൊക്കേഷൻ സൗത്ത് പട്ടായയിലുള്ള ബാങ്ലാം ഡിസ്ട്രിക്റ്റിലുള്ള ചോൻബുറി എന്ന് പറയുന്ന ഒരു പ്ലേസിലാണ് ഇതിൻ്റെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സാധാരണ രീതിയിൽ ഫാമിലിയായിട്ട് വരാൻ എല്ലാവരും മടിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് എന്ന്. കാരണം വേറെ ഒന്നുമല്ല, ഈ വാക്കിംഗ് സ്ട്രീറ്റിൽ നിരവധി ഗോഗോ ബാർസ്, ബീർ ബാർസ്, അഡൾട്ട് എൻ്റർടൈൻമെൻറ്റ് വെന്യൂസ് എന്നിവയൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്ഥലത്തിൻ്റെ അന്താരാഷ്ട്ര പ്രസിദ്ധിയുടെ ഒരു പ്രധാന കാരണം ഈ ഒരു ഡീക്കേഡ്സ് ആയിട്ട് വളർന്നു വരുന്ന ഈ ഒരു അഡൽട്ട് നൈറ്റ് ലൈഫ് സംസ്കാരം തന്നെയാണ്. ഇവിടെ ചിലർ ബാർ ബേസ്ഡ് എൻ്റർടൈൻമെൻറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ചിലരാകട്ടെ ക്ലബ്ബ് വഴി കസ്റ്റമേഴ്സിനെ
കണക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ മേഖലയിൽ നിയമപരമായും ഭയങ്കര സങ്കീർണമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. അതുപോലെ തന്നെ പ്രോസ്റ്റിറ്റ്യൂട്ടേഴ്സിൻ്റെ ഔദ്യോഗികമായിട്ട് നിയമവിരുദ്ധമാണെങ്കിലും പട്ടായ പോലുള്ള സ്ഥലങ്ങളിൽ ഇതിൽ ദീർഘകാലമായിട്ടൊരു വിസിബിൾ നൈറ്റ് ലൈഫിൻ്റെ ഭാഗമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും ആദ്യം മനസ്സിൽ വരുന്നത് നൈറ്റ് ലൈഫ് മാത്രമല്ല, പട്ടായയുടെ അഡൽട്ട് എൻ്റർടൈൻമെൻറ്റ് കൾച്ചറും കൂടെയാണ്. എന്നാൽ ഈ സ്ട്രീറ്റ് അതിലൊതുങ്ങുന്നില്ല. സീ ഫുഡുകൾ, റെസ്റ്റോറൻറ്റുകൾ, കളർഫുൾ ലൈറ്റ്സ്, ഇൻ്റർനാഷണൽ ക്രൗഡ് എന്നിവ ഒരു യുണീക്ക് ലൈറ്റ് എക്സ്പീരിയൻസ് തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ വരുന്ന അഡൽട്ട് എൻ്റർടൈൻമെൻറ്റ് മേഖല തായ്ലാൻഡിൽ നിയമപരമായ നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സങ്കീർണമായ വിഷയമാണ്. അതിനാൽ ഒരു ടൂറിസ്റ്റായി വരുമ്പോൾ ലോക്കൽ ലോസ് മാനിക്കുകയും ആളുകളുടെ പ്രൈവസി സംരക്ഷിക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ കയറുമ്പോൾ തന്നെ പല ആളുകളും വീഡിയോ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, വീഡിയോ എടുക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നോക്കി കണ്ട് നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ വേണ്ട ഫുഡ് കഴിച്ച് നമ്മൾ എൻജോയ് ചെയ്ത് വാക്കിംഗ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇത് പണ്ട് ഒരു ചെറിയ ഫിഷിംഗ് വില്ലേജ് റോഡ് തന്നെയായിരുന്നു. പിന്നെ 1960 to 70 ആ ഒരു കാലഘട്ടത്തിലൊക്കെയാണ് പട്ടായ ടൂറിസം ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഭയങ്കര ഒരു വളർച്ചയോടുകൂടെ ഈ ഒരു പ്രദേശം നൈറ്റ് ലൈഫ് കേന്ദ്രമായിട്ട് മാറുകയാണ്. പിന്നെ 1990-ലൊക്കെയാണ് വാഹനങ്ങൾ നിയന്ത്രിച്ചതിന് ശേഷം ഇത് വാക്കിംഗ് സ്ട്രീറ്റ് എന്ന പേരിൽ ഭയങ്കര പ്രശസ്തമായി വന്നു. ഇവിടെ അതുപോലെ തന്നെ എൻട്രി ഫീ ഒന്നുമില്ല. സ്ട്രീറ്റിലേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് പ്രവേശിക്കാം. വൈകുന്നേരം ഒരു 7 മണിക്ക് ശേഷം വാഹനങ്ങൾക്കൊന്നും പ്രവേശനമില്ല. അപ്പോൾ അത് മുഴുവൻ നടന്ന് കാണാനുള്ള ഒരു തെരുവായി മാറുക ചെയ്യുന്നത്. ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മറ്റുള്ളവരുടെ മുഖം പെർമിഷൻ ഇല്ലാതെ ക്ലോസപ്പായിട്ടൊന്നും റെക്കോർഡ് ചെയ്യരുത്. അത് ഭയങ്കര പ്രശ്നമാവും അവിടെ. അതുപോലെ തന്നെ പേഴ്സണൽ ബിലോങ്ങിങ്സൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഭയങ്കര ക്രൗഡായിരിക്കും. അതുപോലെ തന്നെ ഫാമിലി ട്രാവലേഴ്സൊക്കെ ആണെങ്കിൽ സ്ട്രീറ്റിൻ്റെ അറ്റ്മോസ്ഫിയർ നോക്കി മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് നമ്മൾ സന്ദർശിക്കാൻ ശ്രമിക്കുക. വാക്കിംഗ് സ്ട്രീറ്റ് ഭക്ഷണപ്രേമികൾക്ക് ഒരു മികച്ച സ്ഥലം തന്നെയാണ്. ഇവിടെ സ്ട്രീറ്റ് ഫുഡ് മുതൽ പ്രീമിയം റെസ്റ്റോറൻറ്റുകൾ വരെ നിരവധി ഓപ്ഷനുകൾ ലഭ്യമാണ്. മെയിനായിട്ട് ഇവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഗ്രിൽഡ് പ്രോൺസ് കിട്ടുന്നുണ്ട്, ക്രാബ് കിട്ടുന്നുണ്ട്, പിന്നെ BBQ, പിന്നെ തായ് സ്പെഷ്യൽ, ഞാൻ മുന്നേ പറഞ്ഞ തായ് ഫുഡുകളും ഡെസേർട്ട്സും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാക്കിംഗ് സ്ട്രീറ്റിൽ ചെറിയ ഷോപ്പുകൾ, സ്റ്റാളുകൾ ഒക്കെ അവൈലബിൾ ആണ്. അതായത് നമ്മളെ ഡ്രസ്സുകൾ, ഗിഫ്റ്റുകൾ, പിന്നെ ലോക്കൽ അവരുടെ സ്പെഷ്യൽ ട്രഡീഷണൽ ലോക്കൽ പ്രൊഡക്ട്സുകളും ഒക്കെ ഇവിടെ അവൈലബിൾ ആവും നമുക്ക്. പകൽ സമയത്ത് ഈ വാക്കിംഗ് സ്ട്രീറ്റ് വളരെ ശാന്തമായ ഒരു റോഡ് പോലെയാണ് തോന്നുക. കടകളും റെസ്റ്റോറൻറ്റിലും ചില ബിസിനസ്സുകളും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും രാത്രിയിൽ അത്ര തിരക്കൊന്നും കാണില്ല. എന്നാൽ വൈകുന്നേരം 6 മണിക്ക് ശേഷം അവിടെ വലിയ മാറ്റമാണ് സംഭവിക്കുന്നത്. ലൈറ്റുകൾ, മ്യൂസിക്സും ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളും എത്തിയിട്ട് ഭയങ്കര ക്രൗഡ് കൂടും. പിന്നെ അങ്ങനെ ഒരു ലിമിറ്റഡ് ടൈമിംഗ് എന്നൊന്നുമില്ല. എന്നാലും മാക്സിമം ഒരു 12 മണി 1 മണി വരെയൊക്കെ കൂടുതൽ ക്രൗഡ് ഉണ്ടാവും നൈറ്റ്. അപ്പോൾ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ അവസാനം എത്തുമ്പോൾ പട്ടായ ബേയുടെ മനോഹരമായ നൈറ്റ് വ്യൂ ആണ് കാണുന്നത്. അതായത് നമ്മൾ മുന്നേ കണ്ട ബീച്ച് വ്യൂ ഒക്കെ ഉണ്ടല്ലോ, ആ വ്യൂസിലേക്കൊക്കെ അത് ഭയങ്കര രാത്രിയിൽ വളരെ മനോഹരമായ അനുഭവമാണ്. അപ്പോൾ ഇന്നത്തെ നൈറ്റോടുകൂടി നമ്മളുടെ പട്ടായ വിശേഷം അവസാനിക്കുകയാണ്. അടുത്ത നെക്സ്റ്റ് ഡേ ബാങ്കോക്കിലേക്ക് മൂവ് ചെയ്യുകയാണ്. സോ ഇവിടുത്തെ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ലാസ്റ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ ഹോട്ടലിലേക്ക് പോവുകയാണ് ചെയ്തത്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൈൻഡ് റിസോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിലാണ് ഞാൻ സ്റ്റേ ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ പട്ടായയിൽ 2 വ്യത്യസ്ത അനുഭവങ്ങളാണ് കണ്ടത്. ഒരു വശത്ത് ലോകം മുഴുവൻ ഒരു മോളിലേക്ക് കൊണ്ടുവരുന്ന ടെർമിനൽ 21, മറ്റൊരു ഭാഗത്ത് പട്ടായയുടെ ഏറ്റവും പ്രശസ്തമായ നൈറ്റ് സ്ട്രീറ്റ്. അപ്പം നിങ്ങൾ ഈ പട്ടായ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 2 സ്ഥലവും തീർച്ചയായിട്ടും സന്ദർശിക്കണം. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. കൂടാതെ സോഫ്റ്റ് സ്റ്റെപ്സ് സോളോ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. അപ്പോൾ അടുത്ത തായ്ലാൻഡ് എപ്പിസോഡിൽ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ, സീ യു, ടേക്ക് കെയർ.